ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. തലേന്ന് രാത്രി 10 മണിയായപ്പം ഒരു 700 ഗ്രാം പച്ചരി നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് 5 മണിയായപ്പോൾ ആണ് അരച്ചെടുക്കുന്നത്. ഇത് അരയ്ക്കുന്നത് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അത് ഒരുവിധം ചൂടോടാണ് അതിൽ ചേർത്ത് അരയ്ക്കുന്നത്. ഇപ്പം നമുക്ക് ഡൗട്ട് തോന്നും അത് അരച്ചെടുക്കാൻ പറ്റുമോ എന്ന്. ആദ്യം പൾസ് ചെയ്ത് അരച്ചിട്ട് പിന്നെ നന്നായിട്ടങ്ങ് അരച്ചെടുത്താൽ മതി. അരയ്ക്കുമ്പോൾ ഒരു ചെറിയ തരിയോട് വേണം അരച്ചെടുക്കേണ്ടത്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മണ്ടയ്ക്കാണ് അരച്ച കൂട്ട് വെക്കുന്നത്. ഇവിടെ ഭയങ്കര ഉറുമ്പ് ശല്യം, എവിടെ വെച്ചാലും ഉറുമ്പ്, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാൻ വെക്കണം. രാവിലെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും ചെയ്തില്ല. മക്കൾക്ക് അതുകൊണ്ട് പൈസ കൊടുത്തങ്ങ് വിട്ടത്, അവർ സ്കൂളിൽ നിന്ന് കഴിച്ചോളും. ഇത് കഴിഞ്ഞിട്ട് ഒരു 3:30 മണിക്കാണ് ഉണ്ണിയപ്പം ചുടാൻ തുടങ്ങുന്നത്. ഈ തേങ്ങ തിരുമ്മുന്നത് ഉണ്ണിയപ്പത്തിന് ചേർക്കാനാണ്. തേങ്ങാക്കൊത്തും ചേർക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അതിനകത്ത് ചുക്കും ജീരകവും ഏലക്കായും നന്നായിട്ട് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതേ ജാറിൽ തന്നെ ഒരു 4 പാളയത്തോടൻ പഴം അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിന് ടേസ്റ്റ് ബാലൻസിനായിട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഈ നെയ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പാത്രമെല്ലാം നമ്മൾ വേറെ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാറില്ല. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഗണപതി ഭഗവാനാണ്. അപ്പം ഇവിടെ മാസത്തിലും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനായിട്ട് തനിയെ പാത്രം വെച്ചേക്കുന്നുണ്ട്. അപ്പം അതിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂട്ടെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുവാണ്. ഇവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രം വർഷങ്ങളായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി തഴക്കവും പഴക്കവും ചെന്ന പാത്രമാണ്. അതിപ്പോൾ അങ്ങ് നോൺ സ്റ്റിക്കിൻ്റെ കണക്കായിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതുപോലൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ, ഗ്ലാസ് എടുത്താൽ നമുക്ക് ഒഴിക്കാൻ ഈസി ആയിരിക്കും. അതിൻ്റെ വക്ക് ഈ രീതിയിലുള്ള വക്കുള്ള ഗ്ലാസ് ആണെങ്കിലാണ് കുറച്ചുകൂടെ നന്നാവുക. അങ്ങനെ ഉണ്ണിയപ്പത്തിന് മാവെല്ലാം കോരി ഒഴിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം ഒരു 5 ദിവസം ഇരുന്നാലും കേടാകത്തില്ല, നല്ലതായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ ഇത് മുറിച്ചൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഭഗവാനെ പൂജിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുറിച്ച് കാണിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഒരു 2 ഉണ്ണിയപ്പം എടുത്തൊരു കൊച്ചു പാത്രത്തിൽ സ്റ്റൗവിൽ സൈഡിലോട്ട് വെക്കുന്നുണ്ട്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വല്യമ്മച്ചിയൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഞാനും അതങ്ങ് ഫോളോ ചെയ്യുന്നു. അതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ചോദിക്കുക എല്ലാ ഭഗവാനും പൂജിക്കാൻ തന്നെ, പിന്നെ അതെന്തിനാണെന്നോ ആവോ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭഗവാനെ പൂജിക്കാൻ വന്നതാണേ. ഈ ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്നതാണ് ഇത്, അല്ലാതെ വെറുതെ അങ്ങനെ വെച്ചേക്കുന്നതല്ല. പിന്നെ അടുത്തിരിക്കുന്ന കുട്ടി ഗണപതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ് വന്ന് വിളക്ക് കത്തിക്കാറുള്ളത്. പിന്നെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഓണവും വിനായക ചതുർത്ഥി, കാർത്തിക, അങ്ങനെയൊക്കെ വരുമ്പോൾ വന്ന് ഭഗവാനെ നമ്മൾ വിളക്ക് കത്തിക്കാറുണ്ട്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നിങ്ങൾ ഉണ്ണിയപ്പമൊക്കെ പൂജിക്കുവാണേ. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി, എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി പൂജിച്ച് മുറിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.